തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ ജനവികാരമുയർത്തി കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ഷൈൻലാൽ വിളിച്ചു ചേർത്ത തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തത് വൻ ജനക്കൂട്ടമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് ഷൈൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത്. കോൺഗ്രസിൽ ശശി തരൂരിനെതിരെയുള്ള പടയൊരുക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് വൻ ജനകീയ പങ്കാളിത്തവുമായി ഷൈൻലാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തരൂർ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൽ യുവാക്കൾക്ക് സ്ഥാനമില്ല, പ്രത്യേക ജാതി മതവിഭാഗക്കാരെ മാത്രം ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുവെന്നും ഷൈൻലാൽ പറഞ്ഞു. പിന്നോക്ക സമുദായങ്ങളെ അടച്ചാക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നയങ്ങൾക്കെതിരെയായിരുന്നു എന്റെ പോരാട്ടം എന്നും വന്നിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ടൈം ജയിച്ചു പോയ ശശി തരൂർ, അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് വിളിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തെ വിളിച്ചാൽ കോൾ യു ലേറ്റർ എന്നൊരു മെസ്സേജ് മാത്രമാണ് വരുന്നത്. ക്യാമറയാണ് ഷൈൻലാലിന്റെ ചിഹ്നം. കഴിഞ്ഞ 3 തവണയും ശശി തരൂരിന് വേണ്ടി മണ്ഡലത്തിൽ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഷൈൻലാൽ. തിരുവനന്തപുരം പാപ്പനംകോട് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വൻ ജനക്കൂട്ടമാണ് പങ്കെടുത്തത്. തരൂരിന്റെ സ്ഥിരം വോട്ടുകളാണ് ഷൈൻ പക്ഷത്തേക്ക് മാറിയത്. കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതിയായിരുന്നു ഷൈൻലാൽ കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിന് കത്തയച്ചത്. ജനം, തിരുവനന്തപുരം.